ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 2024 അവസാനിക്കുന്നതോടെ ഈ നക്ഷത്രക്കാരായ ആളുകളെ തേടിയെത്തുന്നത് അപ്രതീക്ഷിത ഭാഗ്യമാണ്. ആദിത്യൻ വൃശ്ചികം രാശിയിൽ, അനിഴം തൃക്കേട്ട ഞാറ്റുവേലകളിലാണ്. ഞായറാഴ്ച കറുത്ത വാവാകുന്നു. പിറ്റേന്ന് മുതൽ ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ സഞ്ചരിക്കുകയാണ്. ചൊവ്വ കർക്കിടകം രാശിയിൽ പൂയം നക്ഷത്രത്തിൽ തുടരുന്നു. ഡിസംബർ 2-ന് ശുക്രൻ മകരം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. ബുധൻ വൃശ്ചികം രാശിയിലാണ്. വാരാദ്യം മുതൽ ബുധൻ മൗഢ്യത്തിലാകും. ശനി കുംഭം രാശിയിൽ നേർഗതിയിൽ ചതയം നക്ഷത്രത്തിലാണ്. വ്യാഴത്തിൻ്റെ വക്രഗതി തുടരുന്നു. വ്യാഴം മകയിരത്തിലുമാണ്. രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും കേതു കന്നി രാശിയിൽ ഉത്രം നക്ഷത്രത്തിലും അപ്രദക്ഷിണഗതിയായി സഞ്ചാരം തുടരുന്നു. ഈ ആഴ്ചയിൽ ഞായറും തിങ്കളും സായാഹ്നം വരെയും മേടം രാശിക്കാരുടെ അഷ്ടമ രാശിയാകുന്നു. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാരായ ആളുകൾക്ക് ബന്ധങ്ങളുടെ ദൃഢതയും ഊഷ്മളതയും നിലനിർത്തുവാൻ സാധിക്കും. അധികാര കേന്ദ്രങ്ങളിലുള്ള സ്വാധീന ശക്തി തുടരുന്നതാണ്. കൃത്യതയുള്ള നിരീക്ഷണങ്ങൾക്കൊപ്പം പ്രായോഗിക പരിചയവും ചെയ്യുന്ന തൊഴിലിന് വളരെയധികം വിജയപഥത്തിൽ എത്തിക്കുന്നതാണ്. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ സൃഷ്ടികളെ ഏകോപിപ്പിക്കുവാനും ത്വരിതപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. മാനസികമായി വളരെയധികം സൗഖ്യമുണ്ടാകും. സാമ്പത്തികമായി സുരക്ഷിതത്വം അനുഭവപ്പെടും. ദാമ്പത്യ ജീവിതത്തിൽ മുൻപെങ്ങുമില്ലാത്ത പാരസ്പര്യം വന്നു ചേർന്നതാണ്. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. കർമ്മരംഗത്ത് നിങ്ങളുടെ പ്രയത്നത്തിനനുസരിച്ചുള്ള ന്യായമായ നേട്ടങ്ങൾ ഉണ്ടാകും. ലക്ഷ്യം നിശ്ചയിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വിജയിക്കുന്നതാണ്. പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നതിനുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടി വരും. കുടുംബജീവിതത്തിൽ വളരെയധികം സമാധാനം പുലരുന്നതാണ്. കടബാധ്യതകൾ പരിഹരിക്കുവാൻ ചില പോംവഴികൾ തെളിഞ്ഞു കിട്ടും. ന്യായമായ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ ധനം ഒരു തടസ്സമാവില്ല. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അഷ്ടമ രാശിക്കൂറ് ഭവിക്കുന്നതിനാൽ വാഹനം ഉപയോഗിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. ദൈനംദിന കാര്യങ്ങളിലെന്ന പോലെ രാഷ്ട്രീയ കാര്യങ്ങളിലും ശുഷ്കാന്തിയേറും. അവകാശങ്ങളെക്കുറിച്ച് ബോധമുണ്ടാകും. ഒപ്പമുള്ളവരിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്നതാണ്. പഠനവും ഗവേഷണവും ഏകാഗ്രതയോടെ തുടരുവാൻ സാധിക്കും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. 4-ൽ ചൊവ്വ തുടരുകയാൽ വാഹനത്തിന് അറ്റകുറ്റപ്പണി വന്നേക്കും. സഹോദരങ്ങളുടെ പിണക്കം തീർക്കുവാൻ മുൻകൈ എടുക്കുന്നതാണ്. മിതവ്യയ ശീലത്തിൽ നിഷ്ഠ പുലർത്തുന്നതാണ്. ചില ദിവസങ്ങൾക്ക് വിചാരിച്ച അത്ര തന്നെയും മേന്മ ഉണ്ടാകണമെന്നില്ല. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം മറ്റാരെങ്കിലുമാകും ഇനി അനുഭവിക്കുക. പൊതുവെ അനുകൂലമായ അനുഭവങ്ങൾ വന്നെത്തുന്ന ആഴ്ചയാണ്. ആരുടെയെങ്കിലും ദുഷ്ടപ്രേരണയ്ക്ക് വിധേയമാകുന്നുണ്ട് എന്ന് ആത്മപരിശോധന നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. കലാപ്രവർത്തനത്തിൽ തടസ്സങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് വളരെയധികം മുന്നേറ്റം കൈവരിക്കുവാൻ സാധിക്കും. കൊടുക്കൽ വാങ്ങലുകളിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ആഴ്ച കൂടിയാണ്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ധനപരമായ അമളികൾ വരുവാൻ സാധ്യതയുള്ളതിനാൽ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം കരുതൽ പുലർത്തേണ്ടതാണ്. പ്രണയ പരാജിതർക്ക് നവ്യമായ അനുരാഗത്തിന് അന്തരീക്ഷം ഇണങ്ങുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. മുതിർന്ന ആളുകളുടെ അഭിപ്രായം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങളുടെ സഹപ്രവർത്തകർ സഹകരിക്കുകയാൽ ഔദ്യോഗിക രംഗം വളരെയധികം സന്തോഷകരമാകും. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് സാങ്കേതിക പരിജ്ഞാനം ആവശ്യമായി വരുന്നതാണ്. ഇകഴ്ത്തി സംസാരിക്കുന്ന ആളുകളോട് വക്കാണത്തിന് പോകേണ്ടതില്ല. സ്വന്തം കഴിവുകൾ കാലം തെളിയിച്ചു കഴിഞ്ഞതാണെന്ന് സമാധാനിക്കാം. പ്രതീക്ഷിച്ച വസ്തുവിൻ്റെ വിൽപ്പന ഈ ആഴ്ച നടക്കുവാൻ സാധ്യത കുറവാണ്. നിങ്ങളുടെ ഗൃഹ അന്തരീക്ഷം മെച്ചമാകുന്നതിന് മൗനം സഹായിക്കും. മക്കളുടെ ന്യായമായ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുവാൻ ഈ ആഴ്ച നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്.
ഉത്സാഹവും ഉന്മേഷവും പുലർത്തുന്നതിനാൽ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സാധിക്കും. വിജയ ഘടകങ്ങൾ അനുകൂലമാണ്. രാഷ്ട്രീയ പക്വത പുലർത്തും. ആകയാൽ നിങ്ങളുടെ എതിരാളികൾ ഇളിഭ്യരാകുന്നതാണ്. ഊഹക്കച്ചവടത്തിൽ വളരെയധികം ധനനേട്ടം വന്നുചേരും. ദേഹക്ലേശമോ അലച്ചിലോ ഉണ്ടായാലും ബിസിനസ് യാത്രകളെല്ലാം വളരെയധികം ഗുണകരമാകും. അവസരങ്ങൾ തേടുന്നവർക്ക് വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും. മക്കളുടെ വിദ്യാഭ്യാസത്തിലെ പുരോഗതി ആശങ്കകൾ അകറ്റുന്നതാണ്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വാഹനയാത്രയിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. അടുത്തത് പുണർതം നക്ഷത്രക്കാരാണ്. സമാധരണീയരുടെ സംസർഗം സന്തോഷമേകും. വിദഗ്ധ ഉപദേശം സ്വീകരിച്ച് തൊഴിൽ വളർച്ചയ്ക്ക് ഗുണകരമാകും. എന്നാൽ കൂടുതൽ ധനം മുടക്കുന്നത് ഇത് അത്രയും അനുകൂലമായ സന്ദർഭമല്ല. വ്യാഴവും ചൊവ്വയും മറ്റു പ്രതികൂല ഭാവങ്ങളിൽ തുടരുന്നതെന്ന കാരണം മിതവ്യയം പുലർത്തേണ്ടതാണ്. സഹോദരൻ്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്തുവാൻ സാധിക്കും. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് ഉത്തമമാണ്. ക്ഷേത്ര കാര്യങ്ങളിലും സമർപ്പണങ്ങളിലും മുടങ്ങാതിരിക്കുവാൻ ശ്രദ്ധ വേണ്ടതാണ്. വാക്പാരുഷ്യം ശത്രുക്കളെ സൃഷ്ടിക്കുവാനും ഈ ആഴ്ച ഇടവരും. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ ചൊവ്വ തുടരുകയാൽ കഴിവതും വാഗ്വാദങ്ങൾക്ക് മുതിരരുത്. മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചേക്കും. സംയമനം കൈവെടിയരുത്. വ്യവഹാരങ്ങളിൽ വിജയസാധ്യത വളരെയധികം കുറവാണ്. പുതിയ തൊഴിൽ തേടുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ട സ്ഥിതിയുണ്ടാകും. ധനപരമായി അത്ര ക്ലേശം വരില്ല. കരുതൽ ധനം അത്യാവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടും. പുതിയ വസ്തു വാങ്ങുന്നവർ മുൻ പ്രമാണവും മറ്റും വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കണം. ശനിയാഴ്ച ശുഭകർമ്മങ്ങൾ ഒരു രീതിയിലും തുടങ്ങരുത്. ആരോഗ്യകാര്യത്തിൽ അലംഭാവം ഉപേക്ഷിക്കേണ്ട ആഴ്ച കൂടിയാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ ബുധന് വക്രഗതിയും മൗഢ്യവും വരികയാൽ മനസ്സിന് ഉണർവ് വന്നു ചേരില്ല. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഇടയുണ്ട്. സഹജമായ സിദ്ധികൾ അല്പം മങ്ങിയേക്കും. ദൈനംദിന കാര്യങ്ങളെല്ലാം മുടക്കം കൂടാതെ നിങ്ങൾക്ക് നിർവഹിക്കുവാൻ സാധിക്കും. സാമ്പത്തികമായ ബാധ്യതകൾ വന്നു ചേരാതെ നോക്കേണ്ടതാണ്. ആശയങ്ങളെയും വാക്കുകളെയും ചിലർ വളച്ചൊടിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയുവാനാവില്ല. പൊതുപ്രവർത്തകർ ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കിട്ടേണ്ട ധനം കൈവശം വന്നു ചേരും. ബന്ധുക്കളുടെ തർക്കം തീർക്കുന്നതിൽ നിങ്ങൾ വിജയിക്കുന്നതാണ്. പ്രധാന രേഖകൾ കൈവശം നിന്നും നഷ്ടപ്പെടാതിരിക്കുവാൻ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. സമ്മിശ്രമായ അനുഭവങ്ങൾ തുടരുന്നതാണ്. വ്യാഴം 10 കാരണം കർമ്മരംഗത്ത് വലിയ മെച്ചം അവകാശപ്പെടാനാവില്ല. ലാഭം കൂടാം കുറയാം. സ്ഥിരത്വം പ്രതീക്ഷിക്കാനാവില്ല. സാമ്പത്തികമായ അച്ചടക്കം വേണം. ശുക്രൻ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാൽ സ്ത്രീ ജനങ്ങളുടെ വിരോധം സമ്പാദിച്ചേക്കും. കാര്യാലോചനകളിൽ ശുഷ്കാന്തി ഉണ്ടാവില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പാരസ്പര്യം കുറഞ്ഞേക്കും. കുടുംബകാര്യങ്ങളുടെ നിർവഹണത്തിൽ തർക്കം ഉടലെടുക്കുവാൻ ഇടയുണ്ട്. ഏജൻസി ഏർപ്പാടുകൾ വളരെയധികം ധനലാഭത്തിലാകുന്നതാണ്. കൈവായ്പകളെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പ്രതിബന്ധങ്ങളെ ചെറുക്കുവാനുള്ള സന്നദ്ധത ഉണ്ടാകും. മുന്നേറ്റത്തിന് ഏകാഗ്രത അനിവാര്യമാണെന്ന് തിരിച്ചറിയും. പുതിയ കാര്യങ്ങൾ മുതിർന്ന ആളുകളിൽ നിന്നും ഉൾക്കൊള്ളുന്നതാണ്. വ്യവഹാരം രാജിയാകുവാനുള്ള സാധ്യത വളരെയധികമുണ്ട്. വസ്തു വാങ്ങുന്നത് നീണ്ടുപോകും. അക്കാര്യത്തിൽ കബളിക്കപ്പെടുവാൻ സാധ്യത ഉള്ളതിനാൽ കരുതൽ വേണ്ടിവരുന്ന ആഴ്ച കൂടിയാണ്. ബന്ധുക്കളുടെ ഗൃഹം സന്ദർശിച്ച് മുതിർന്ന അംഗങ്ങളുടെ ക്ഷേമം അന്വേഷിക്കും. സാമ്പത്തികമായ ബാധ്യതകൾ കുടുംബവുമായി പങ്കുവയ്ക്കുവാൻ സാധിക്കും. പ്രണയിക്കുന്ന ആളുകൾക്ക് ആശാഭംഗത്തിന് സാധ്യതയുള്ള ആഴ്ച കൂടിയാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്രത്തിൽ പിൻഗതിയായി കേതു സഞ്ചരിക്കുന്നത് കാര്യതടസ്സത്തിന് കാരണമാകും. തുച്ഛമായ ലാഭത്തിനായി കൂടുതൽ ഊർജം ചെലവഴിക്കേണ്ട സാഹചര്യം ഉദിക്കും. ദാമ്പത്യത്തിൽ അനുരഞ്ജനം വേണ്ടിവരുന്നതാണ്. പിതൃപുത്ര ബന്ധം അത്ര സുഖകരമാവില്ല. തൊഴിലിടത്തിൽ സമാധാനക്കേടുകൾ പ്രത്യക്ഷപ്പെടും. സഹപ്രവർത്തകരുടെ നിർദ്ദേശം മനസ്സില്ലാ മനസ്സോടെ സ്വീകരിച്ചേക്കും. ഗാർഹികമായ ചെലവുകൾ അല്പം കൂടുന്നതാണ്. വൃദ്ധജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റം ഉണ്ടാകില്ല.
സർക്കാരിൽ നിന്നും ലഭിക്കുവാനുള്ള ആനുകൂല്യങ്ങൾ നീളുവാൻ ഇടയുണ്ട്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം അടുത്തത് തൃക്കേട്ട ദൃഢമാകുന്നതാണ്. ചിലരിൽ നക്ഷത്രക്കാരാണ്. നിന്നും ആപൽഘട്ടത്തിൽ സഹായം കൈപ്പറ്റിയതിൻ്റെ നന്ദി പരസ്യമായി പറഞ്ഞേക്കും. സ്വയം തൊഴിലിനായി ന്യായമായ വിധത്തിൽ പുരോഗതി ദർശിക്കാനാവുന്നതാണ്. ഉപഭോക്താക്കളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിൽ വിജയിച്ചേക്കും. ശുക്രൻ പഞ്ചമഭാവത്തിൽ സഞ്ചരിക്കുകയാൽ ഭാവനാശാലികൾക്ക് കലാപരമായും സാഹിത്യപരമായും ശോഭിക്കുവാൻ പറ്റിയ സന്ദർഭമാണ്. ചെറുപ്പക്കാരായ ആളുകളുടെ ദാമ്പത്യ സ്വപ്നങ്ങളെല്ലാം സഫലമാകുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ഗൂഢമായി നിരീക്ഷിക്കുവാൻ സാധിക്കും. സ്വതന്ത്ര നിലപാടുകൾ ധൈര്യപൂർവ്വം കൈക്കൊള്ളും. സംഘടനയിലെ ഐക്യാധിപത്യ പ്രവണതകളെ പരസ്യമായി തന്നെ എതിർക്കുന്നതാണ്. കിട്ടാക്കടമായി കരുതിയത് പിരിഞ്ഞു കിട്ടുന്നതാണ്. സഹോദരൻ്റെ ജോലിക്കാര്യത്തിനായി നിരന്തര പരിശ്രമം തുടർന്നേക്കും. പഴയ സഹപാഠികളെ കാണുവാൻ സാധിക്കുന്നതാണ്. അയൽ തർക്കങ്ങളിൽ മധ്യസ്ഥം നിൽക്കുന്നത് ജാഗ്രതയോടെ വേണം. നിങ്ങളുടെ പഴയ വാഹനം മാറ്റുവാൻ സാധിക്കും. നൂതനമായ സംരംഭങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട യാത്രകൾ വേണ്ടിവരുന്ന ആഴ്ച കൂടിയാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ശുക്രൻ്റെ 4-ാം ഭാവത്തിലെ സഞ്ചാരത്താൽ ഗാർഹികമായ സുഖം ഉണ്ടാവുന്നതാണ്. നല്ല ഭക്ഷണം, ആവശ്യത്തിന് വിശ്രമം എന്നിവ തടസ്സപ്പെടില്ല. മനസ്സ് ശാന്തമാകും. ബുധാദിത്യ രാജയോഗം 2-ാം ഭാവത്തിലുള്ളതിനാൽ സർക്കാർ ധനമോ സ്വാർജിത ധനമോ കൈവശമെത്തും. പഠിക്കുന്ന ആളുകൾക്ക് ഏകാഗ്രത ഒരു രീതിയിലും നഷ്ടമാവില്ല. കുടുംബത്തിന് പിന്തുണ കൂടുതൽ കരുത്ത് പകരുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ആഹ്ലാദ സംഗമങ്ങൾക്ക് അവസരമുണ്ടാകും. മാതാവിൻ്റെ ആരോഗ്യാവസ്ഥയ്ക്ക് കുറവുണ്ടാകുന്നതാണ്. കലാപ്രവർത്തകർക്ക് നിങ്ങൾ അർഹിക്കുന്ന അവസരങ്ങളും അർഹതയും തേടി വരും. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. യാത്രകൾ കൊണ്ട് പ്രതീക്ഷിച്ചതിലും കൂടുതൽ പ്രയോജനം ഭവിക്കുന്നതാണ്. നിങ്ങളുടെ ഉദ്യോഗ കയറ്റത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള സ്ഥാനക്കയറ്റം കിട്ടാത്തതിൽ വളരെയധികം വിഷമമുണ്ടാകും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. മകളുടെ വിവാഹ കാര്യത്തിൽ തടസ്സങ്ങൾ ആവർത്തിക്കുന്നതിൽ വളരെയധികം വിഷമമുണ്ടാകും. വളർത്തു മൃഗങ്ങളെ ലാളിക്കുന്നതിന് സമയം കണ്ടെത്തുന്നതാണ്. നക്ഷത്രനാഥനായ വ്യാഴത്തിന് വക്രഗതി തുടരുന്നതിനാൽ മുൻപെടുത്ത തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുവാൻ സാധ്യതയുണ്ട്. നിയമ നടപടികളിൽ നിങ്ങൾ പ്രതീക്ഷിച്ച അത്രയും മുന്നേറ്റം വന്നു ചേരില്ല. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. കർമ്മരംഗത്തുള്ള പ്രതികൂലതകളെയും ദുരാരോപണങ്ങളെയും മറികടക്കുവാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖങ്ങളിൽ വേണ്ടത്ര ശോഭിക്കില്ല. നിങ്ങളുടെ ജന്മ നക്ഷത്രങ്ങളിലെ സൂര്യ രാഹു കുജ സഞ്ചാരത്താൽ ദേഹക്കുറവുണ്ടാകും. അകാരണമായ മനക്ലേശം അനുഭവപ്പെടുന്നതാണ്. ധനപരമായി വളരെയധികം സംതൃപ്തി ഉണ്ടാകും. ജന്മദേശത്തേക്കുള്ള യാത്ര മാറ്റിവെക്കേണ്ടി വരും. പുതിയ സംരംഭങ്ങളെ സംബന്ധിച്ചുള്ള ആലോചനകൾ പിന്നെയും നീളുന്നതാണ്. നിങ്ങളുടെ സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്നും നിർലോഭമായ പിന്തുണ പ്രതീക്ഷിക്കാം. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ ബുധൻ്റെ മൗഢ്യം കർമ്മ മേഖലയിൽ അല്പം ക്ഷീണമുണ്ടാക്കും. സ്വന്തം കഴിവുകളിൽ വിശ്വാസം കുറയുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത നഷ്ടപ്പെടുന്നതാണ്. ബന്ധുക്കളുടെ തർക്കങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കും. മാർക്കറ്റിംഗ് മേഖലയിലുള്ളവർക്ക് ലക്ഷ്യം നേടുവാൻ ഇരട്ടി അധ്വാനം ആവശ്യമായി വരുന്നതാണ്. വീട് മാറുന്ന കാര്യത്തിൽ സ്വത്തര പരിശ്രമം ആവശ്യമായി വരും. പ്രേമകാര്യത്തിൽ വളരെയധികം സന്തോഷം വന്നു ചേരും. കലാപ്രവർത്തനം സുഗമത കൈവരിക്കുന്നതാണ്. ജന്മനക്ഷത്രത്തിൽ ആദിത്യൻ സഞ്ചരിക്കുകയാൽ ദേഹത്തിന് ആയാസം അനുഭവപ്പെടുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. മൂലം നക്ഷത്ര ജാതകർക്ക് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും അല്പം അലച്ചിലും ദേഹസുഖക്കുറവും വരുവാനിടയുണ്ട്. സാമ്പത്തികമായും നല്ല ദിവസങ്ങളായേക്കില്ല. അകാരണമായി ദേഷ്യം തോന്നിയേക്കും. കുട്ടികൾ മാതാപിതാക്കളോട് കലഹിച്ചേക്കും. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വിരുന്നുകളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. ബന്ധു സമാഗമം സന്തോഷമാകും. പാരിതോഷികങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. ക്ഷേത്ര ദർശനത്തിലൂടെയും ഉപാസനകളിലൂടെയും സ്വസ്ഥത ലഭിക്കുന്നതാണ്. മറ്റു ദിവസങ്ങളിൽ ഔദ്യോഗിക രംഗത്ത് ശുഷ്കാന്തിയും ചുമതലകൾ പഴുതടച്ച് പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാണ്.
അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ ഉള്ളിലെ തോന്നൽ പ്രതിഫലിക്കാതെ തന്നെ മധുരമായി സംസാരിക്കും. വാരാദ്യത്തിൽ തന്നെ ദേഹത്തിനും മനസ്സിനും സൗഖ്യം കുറയുന്നതാണ്. ധനവ്യയം ഉണ്ടായേക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരം വന്നു ചേരുന്നതാണ്. ആതിഥ്യ മര്യാദ പ്രശംസിക്കപ്പെടും. തൊഴിലിടത്തിൽ സമാധാനം വന്നു ചേരും. നിങ്ങളുടെ മേലധികാരിയുടെ മീറ്റിംഗ് ആവശ്യമായ രേഖകളും കണക്കുകളും മറ്റും തയ്യാറാക്കി നൽകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകും. ആരോഗ്യ പരിരക്ഷയിൽ ഒരു രീതിയിലുമുള്ള അലംഭാവമരുത്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. സാമ്പത്തികമായ സമ്മർദ്ദത്തിന് ഒട്ടാകെ അയവുണ്ടാകും. കൈവായ്പകൾ മടക്കി കിട്ടും. സാങ്കേതിക വിഷയങ്ങൾ പഠിക്കുവാൻ നേരം കണ്ടെത്തുന്നതാണ്. സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമേറുന്നതാണ്. തൊഴിലിടത്തിൽ സ്വസ്ഥതയുണ്ടാകും. അനുബന്ധ ബിസിനസ്സുകളിൽ പുരോഗതി പ്രതീക്ഷിക്കാം. രാഷ്ട്രീയ നിലപാടുകൾ ശത്രുക്കളെ സൃഷ്ടിക്കുവാൻ ഇടയുള്ള ആഴ്ച കൂടിയാണ്. വിദേശത്തുള്ള ആളുകൾക്ക് ജോലി മാറ്റത്തിനുള്ള അനുകൂലമായ സാഹചര്യം വന്നുചേരും. ദാമ്പത്തിക സുഖം കുറയുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യമേറുന്ന ആഴ്ച കൂടിയാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. ആഗ്രഹ സഫലീകരണം പ്രതീക്ഷിക്കാം. സ്വന്തം തീരുമാനങ്ങൾ മറ്റുള്ള ആളുകളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നതിൽ വിജയം കൈവരിക്കും. ക്ലേശകരമായ സാഹചര്യങ്ങളെ പ്രത്യുൽപ്പന്ന മിതത്താൽ മറികടക്കുവാൻ സാധിക്കും. ആത്മവിശ്വാസം അമിതമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കർക്കശമായ വാക്കുകൾ ശത്രുക്കളെ സൃഷ്ടിക്കുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ താല്പര്യം കുറയുകയും വിദേശത്തുള്ള യാത്രയ്ക്കുള്ള അനുമതി രേഖകൾ വൈകുവാനും ഇടവരും. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ സ്വന്തം ലാവണത്തിലേക്ക് മടങ്ങുവാൻ കഴിയുന്നതാണ്. ധനവരവ് വളരെയധികം സംതൃപ്തി ഉണ്ടാക്കും. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. കുംഭരാശിക്കാർക്ക് പ്രവൃത്തി വിജയം അപങ്കുരമാകും. മത്സരങ്ങളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കുന്നതാണ്. രാഷ്ട്രീയമായ സ്വാധീനം മൂലം എതിർപക്ഷത്തെ തറപറ്റിക്കും. ഭൂമി വിൽപ്പനയ്ക്ക് അനുകൂലമായ സാഹചര്യം വന്നുചേരും. പണവരവ് ഒരു രീതിയിലും മോശമാവില്ല. മകരം രാശിക്കാർക്ക് തൊഴിൽ മേഖലയുടെ മുകളിൽ പറഞ്ഞ വിധം ഗുണകരം തന്നെയാകും. എന്നാൽ കുടുംബ അംഗങ്ങളെ ഒന്നിപ്പിക്കുന്ന കാര്യത്തിൽ വിജയിക്കണമെന്നില്ല. അനുരഞ്ജനത്തിന് സന്നദ്ധതയുണ്ടാവില്ല. കൂട്ടുകച്ചവടത്തോട് വിരക്തി തോന്നുന്ന ആഴ്ച കൂടിയാണ്. സാമ്പത്തികമായ വരവ് ചെലവുകളിൽ നിയന്ത്രണം അനിവാര്യമാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ഏജൻസി ഏർപ്പാടുകളിൽ നിന്നും കരാറുകളിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാം. സ്ഥാപനത്തിൻ്റെ വിപുലീകരണത്തിനുള്ള സാധ്യത തേടുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സ്വാധീനമേറും. നിങ്ങളുടെ സഹപ്രവർത്തകരുമായി മികച്ച ധാരണ പുലർത്തുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത നിലനിർത്തുവാൻ കഴിയുന്ന ആഴ്ച കൂടിയാണ്. കലാ മത്സരങ്ങളിൽ പ്രതിഭാവിലാസം പ്രകടിപ്പിക്കും. കുടുംബം സമേതമുള്ള തീർത്ഥാടനത്തിന് ആസൂത്രണം ചെയ്യുന്നതാണ്. വായ്പയുടെ തിരിച്ചടവ് കൃത്യമായി നടക്കും. അനാവശ്യമായ വിവാദങ്ങളിൽ തലയിടാതെ നോക്കേണ്ടതാണ്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ദേഹക്ലേശം ഭവിക്കുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാനും വിജയം കൈവരിക്കുവാനും ഈ ആഴ്ച നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാവിധ തടസ്സങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകുന്നതാണ്. ഭൂമിയിൽ നിന്നും കമ്മീഷൻ രൂപത്തിലോ വാടക ഇനത്തിലോ ആദായമുണ്ടാകും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന എല്ലാവിധ തർക്കങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ്. ചികിത്സാ മാറ്റം വയോജനങ്ങളുടെ ആരോഗ്യത്തിനെ പുഷ്ടിപ്പെടുത്തും. സംവാദങ്ങളിൽ സ്വന്തം വാദമുഖങ്ങൾ ഭംഗിയായി അവതരിപ്പിച്ച് ശ്രോതാക്കളുടെ കയ്യടി നേടുന്നതാണ്. ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ വളരെയധികം ധന നേട്ടവും മേന്മയും നിങ്ങൾക്ക് വന്നു ചേരും. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ഗാർഹികമായ സ്വസ്ഥതയുണ്ടാകും. കുടുംബാംഗങ്ങളുടെ അനൈക്യം പരിഹരിക്കുവാനുള്ള ശ്രമം വിജയിക്കുന്നതാണ്. സ്വാദിഷ്ട ഭക്ഷണം, സുഖനിദ്ര എന്നിവ ഉണ്ടാകും. സ്വന്തം ബിസിനസ്സിലെ മൗഢ്യം മാറി തുടങ്ങുന്നതാണ്. ഉപഭോക്താക്കളുടെ ശക്തമായ പിന്തുണ വന്നു ചേരും. സ്വകാര്യ കമ്പനിയിൽ ജോലിക്കായി സമർപ്പിച്ച അപേക്ഷ പരിഗണിക്കപ്പെടുന്നതാണ്. സംഘടനകൾക്കുള്ളിൽ സ്വാധീനം വർദ്ധിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഉപദേശം വിവേചനത്തോടെ സ്വീകരിക്കുകയാകും സമുചിതം. ഊഹക്കച്ചവടത്തിൽ വളരെയധികം ധനനേട്ടം പ്രതീക്ഷിക്കാം. ആഴ്ചയുടെ അന്ത്യത്തിൽ ചെലവ് അല്പം കൂടുവാൻ ഇടയുണ്ട്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. ചന്ദ്രഗതി 9 മുതൽ 12 വരെയുള്ള രാശികളിലാകുകയാൽ പ്രായേണ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. പ്രാധാന്യമുള്ള കാര്യ ആലോചന യോഗത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. സ്വ അഭിപ്രായം രേഖപ്പെടുത്തുവാൻ സാധിക്കും.
സ്വന്തം ധനം മുടക്കി ചെയ്യുന്ന തൊഴിലുകളിൽ നിന്നും കുറേശ്ശെയായി ലാഭം കിട്ടിത്തുടങ്ങുന്നതാണ്. ശുക്രൻ 11-ൽ സഞ്ചരിക്കുന്നതിനാൽ ഭോഗസുഖം ഭവിക്കും. പ്രണയിനികൾക്ക് സന്തോഷം ലഭിക്കുന്ന ദിവസങ്ങളാണ് ഇനി വന്നു ചേരുന്നത്. ന്യായമായ എല്ലാവിധ ആഗ്രഹങ്ങളും നിറവേറ്റാൻ നിങ്ങൾക്ക് സാഹചര്യം അനുകൂലമായി ഭവിക്കുന്നതാണ്. നീതിബോധത്തോടെ പ്രവർത്തിക്കുന്നതിനാൽ സമൂഹത്തിൻ്റെ അംഗീകാരം കൈവരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.